രണ്ട് ഏത്തപ്പഴം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പഴംപൊരിയും ബീഫും ഉണ്ടാക്കി ഭയങ്കര ഹിറ്റ് ആയി പോയി അല്ലെ. അപ്പൊ നമുക്ക് ഞാനും വിചാരിച്ചു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സാധനം. പഴംപൊരിയും ബീഫും എന്തായാലും നല്ല കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ പഴം മിക്സ് ചെയ്ത് ഒരു പത്തൽ ഉണ്ടാക്കാം. എന്നിട്ടത് ബീഫിലിട്ട് നമുക്ക് ഒരു ബീഫും പത്തലും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. വായു. കുറച്ച് നെയ്യുള്ള 1/2 കിലോ ബീഫ്, 2 ഏത്തപ്പഴം, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂൺ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ബീഫ് മസാല, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് അരിപ്പൊടി. പിന്നെ പഴം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 2 പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ചെറിയ 2 തക്കാളി. 2 ഏത്തപ്പഴം ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലത്തെ കറുത്ത സാധനം ഇല്ലേ, അതിന്റെ അരി അതൊന്ന് എടുത്തു മാറ്റുവേ. നല്ല ചൂടാ, അതൊന്ന് കഴിഞ്ഞോട്ടെ. ഒരു പാനില് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്, 1 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പത്തൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. വെള്ളത്തിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി 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 നമ്മൾ അതിനെ കുഴച്ചെടുക്കും. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ചെറു തീയിലായിരിക്കണം കേട്ടോ, സിമ്മിലായിരിക്കണം നമ്മുടെ പൊടിയെ. ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പൊ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി പാകാണ് കേട്ടോ. ഇതാന്ന് നോക്കിയേ, കണ്ടോ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. നമുക്കിത് ഒരു തട്ടയിലോട്ട് ഇടാവേ. കുടഞ്ഞിടുവാണേ. ഇതൊന്ന് കുഴച്ച് കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്തോണ്ട്, ചൂടായതുകൊണ്ടാണ് കേട്ടോ, നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. കുഴയ്ക്കുന്ന സമയത്താണ് നമ്മുടെ പഴം ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ പഴത്തിന്റെ ഈ കറുത്ത നാരൊക്കെ നമ്മൾ എടുത്തങ്ങ് മാറ്റിയിട്ട് തട്ടിനകത്തോട്ട് ഇട്ടേക്കണം. നല്ല ചൂടുണ്ട്, വെറുതെ എന്തിനാ ഞാൻ എൻ്റെ കൈ പൊള്ളിക്കുന്നത് അല്ലേ. ബീഫ് നമ്മളെ അടുപ്പേ കയറ്റുന്നതിന് മുമ്പേ ഇതിങ്ങനെ സെറ്റാക്കുന്ന എന്തിനാണെന്നറിയോ? ഇത് എല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഉരുട്ടി തരുമല്ലോ, പത്തല് ആക്കി തരും. അതിന് വേണ്ടിയിട്ട് ഇതങ്ങ് കുഴച്ചു കൊടുത്താൽ അവരാ പണി ചെയ്തോളൂ. അപ്പൊ നമുക്ക് ബീഫ് റെഡി ആവുമ്പോൾ പത്തലും റെഡിയാവും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഏത്തപ്പഴവും പൊടിയും കൂടെ നമ്മൾ ഒന്ന് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തു. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഇല്ലേ, ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് ഒന്നും കൂടെ കുഴയ്ക്കാവേ. കൈയൊക്കെ കണ്ടോ, നല്ല ചുമന്ന് കണ്ടോ. നല്ല ചൂടല്ലേ പൊടിയും പഴവും. ഇതേപോലെ നമുക്ക് വെറൈറ്റി ഒക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇത് പരത്തുന്ന ഉരുട്ടുന്ന എങ്ങനെയാണെന്നറിയോ? കുറച്ചെടുത്തു, ഇതുണ്ടോ ഇങ്ങനെ ഇതാ കുറച്ച് ഇത്രയും ചെറിയൊരു ബോളിന്റെ വലുപ്പത്തിൽ എടുത്തിട്ട് നീട്ടി പരത്തണം കേട്ടോ. ഇതുപോലെ ചെറിയൊരു ബോൾ എടുക്കുക. കണ്ടോ, വീട്ടിലെ വെറുതെ ഇരിക്കുന്ന എല്ലാരെയും കൂടെ വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്താൻ കൊടുക്കുക. ഇപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പൊടി അങ്ങ് കുഴച്ച് വെച്ചത്. അപ്പൊ ഇവരുടെയിലോട്ട് അങ്ങോട്ട് കൊടുക്കാം. മക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെയിലോട്ടും അങ്ങോട്ട് കൊടുക്കാം. അവരിരുന്ന് ഉരുട്ടി തന്നോളും. ഇനി നമ്മളൊരു കുക്കർ എടുത്തു. ബീഫിന്റെ പരിപാടി നോക്കണമല്ലോ. 1/2 കിലോ ബീഫാണ്. കുറച്ച് നെയ്യുള്ള കേട്ടോ, നല്ലതായിരിക്കും അതിന് ടേസ്റ്റ് വരിക. ഇതാ നല്ല പോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1/2 കിലോ ബീഫ് കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ ബീഫ് ഇട്ടു. ഒരു 100 ഗ്രാം ചെറിയുള്ളി അങ്ങോട്ട് ഇട്ടു. ഒരു മീഡിയം സൈസ് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാ കേട്ടോ, അതും കൂടെ ഇട്ടു. ഇത്ര മതി. 2 തണ്ട് കറിവേപ്പില, 2 തക്കാളി, ചെറിയ 2 തക്കാളി കേട്ടോ. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. നമ്മൾ ബീഫിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല,
പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇത്രയും ചേർക്കാം, വേണമെങ്കിൽ പിന്നെ ചേർക്കാവേ. നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടണം. കണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് തിരുമാം. നമുക്കൊരു ഇച്ചിരി വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കൈവെള്ളം ഒന്ന് കുടഞ്ഞു മൂടി വെക്കുന്നു. സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ എടുത്ത് അടുപ്പയിലോട്ട് വെക്കുന്നു. ഒരു 5-6 വിസിലൊക്കെ വന്നോട്ടെ. അതിനുശേഷം വെന്തോന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. അപ്പൊ നമുക്ക് പത്തല് പരത്താൻ കൂടാം. ബീഫൊക്കെ 6 വിസിൽ വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ അപ്പച്ചെമ്പ് ഒന്ന് അടുപ്പ് വയ്ക്കാം. നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാവേ. ബീഫൊക്കെ ഇതാ വെന്തോന്നൊന്ന് നോക്കട്ടെ. ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫിനകത്ത് ഉപ്പും ഉണ്ട്, എരിവൊക്കെ എല്ലാം പാകത്തിനുണ്ടെന്നാ പറഞ്ഞ കേട്ടോ. നമ്മൾ നോക്കത്തില്ലല്ലോ, ആളുണ്ട് ഇവിടെ നോക്കാൻ. അപ്പം ഇതങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പത്തലൊന്ന് വേവിച്ചെടുക്കട്ടെ. ഉരുട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, ഓരോരോ കൈകളിലൂടെ പോയത് കൊണ്ടാണ് ഓരോരോ ഷേപ്പ് കേട്ടോ. സാരമില്ല എല്ലാം. ഇനി നമ്മുടെ അപ്പച്ചെമ്പിൽ ആവിയൊക്കെ കയറി, അപ്പച്ചെമ്പില് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പത്തല് വാരി അങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെ നമ്മള് പത്തല് മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പത്തല് വെന്തോന്നൊന്ന് തുറന്നു നോക്കണ്ടേ. പത്തലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഒന്നാമത് ഇത് ആവിയിലെല്ലാം വെന്തതാണല്ലോ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതേ ഒന്ന് ഇറക്കി വെക്കാം. പത്തലൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പത്തലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചേക്കാം, ഇച്ചിരി ഒന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതാ നമ്മുടെ ബീഫ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി മാത്രമേ കണ്ടോ. ഇച്ചിരി ഗ്രേവി വേണം കേട്ടോ, എന്നാലേ ഈ പത്തലും കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ബീഫിന്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം കൂടെ. ഇനിയിപ്പം എന്താ, ഒന്ന് സ്റ്റൗ ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് ഈ ഒരു ചെറിയൊരു ജലാംശമില്ലേ അതൊന്ന് വറ്റിക്കോട്ടെ. നല്ല കുഴമ്പ് പോലത്തെ ഒരു ഇതായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പത്തൽ എടുത്തിടേണ്ടത്. ഒക്കെ കണ്ടോ, നല്ല ഗ്രേവി ടൈപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പത്തലെല്ലാം നമ്മൾ അപ്പച്ചമ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടി പിടിച്ചിങ്ങനെ പോകത്തില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഇതിങ്ങോട്ട് തട്ടിക്കൊടുക്കണം. പത്തൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സിങ് മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ. ഒന്ന് ഇളക്കിക്കോളാം. ഇറച്ചിയിൽ ഇടുന്നതിന് മുമ്പ് ഒരു കഷ്ണം തിന്നു നോക്കാം അല്ലേ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാ. ബീഫിന് നോക്കാൻ പറ്റൂലല്ലോ. ഇത് ഇങ്ങനെ തിന്നാനും നല്ല കേട്ടോ. പാലും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. മിക്സ് ചെയ്യാം. അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി മറിച്ച് ഇളക്കാവുള്ളേ, അല്ലെ എല്ലാം പൊട്ടിപ്പോവും കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തലും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഒന്ന് മൂടി വെച്ചേക്കാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി ഇതിനകത്ത് എല്ലാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഒരു ഐറ്റം ഉണ്ടാക്കാൻ ചേട്ടനാണ് എന്നോട് പറഞ്ഞ കേട്ടോ, ജോൺ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിക്കേന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് പുള്ളി കഴിച്ചു നോക്കി. അന്നേരം നോയമ്പില്ലായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി കാണിച്ചതാണ്. നല്ല സൂപ്പറാണ്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ജോൺ ചേട്ടന് കൊടുത്തേക്കാം അല്ലെ. അത്രയും നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഈ വെക്കേഷനൊക്കെ ആകുമ്പോഴേ, അവധിക്കാലം അല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് കട്ടിക്ക് തന്നെ വേണമല്ലോ മക്കൾക്കൊക്കെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇച്ചിരി ഒന്ന് മെനക്കെട്ടാ പോരെ. അപ്പൊ നല്ലപോലെ ഒരു വെറൈറ്റി ഡിഷ് നമുക്ക് കഴിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.